welcome back to Learning Hub. Let's learn together with Dhanya. അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് അടുത്ത സെറ്റ് ഓഫ് എക്സാംസിനുള്ള ഡേറ്റ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മുടെ CSEBയുടെ എക്സാം അസിസ്റ്റന്റ് സെക്രട്ടറി വരുന്നത് ഓഗസ്റ്റ് 11-നാണ്. അതുപോലെ തന്നെ സെക്രട്ടറിയുടെ എക്സാം നമുക്ക് ഡേറ്റ് മാറ്റി 17-നാണ്, ഓഗസ്റ്റ് 17-നാണ് എക്സാം വരുന്നത്. ജൂനിയർ ക്ലർക്ക് എക്സാം ആണെങ്കിൽ ഓഗസ്റ്റ് 25-നാണ് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന്റെ എക്സാം വരുന്നത് സെപ്റ്റംബർ 5-നാണ്. അതിനുശേഷം കേരള ബാങ്ക് എക്സാം തൊട്ടടുത്ത് തന്നെ, അതായത് ഒക്ടോബർ 23-നാണ് വരുന്നത്. അപ്പൊ അതിന്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയമാണിപ്പോൾ കേരള ബാങ്ക് എക്സാമിന്റെ. അപ്പൊ കൺഫർമേഷൻ കൊടുക്കാത്തവരുണ്ടെങ്കിൽ കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഇനി അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മളുടെ KCS ആക്ട് 1969 ഒരുപാട് അമെൻമെന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ 2024 നമുക്ക് അമെൻമെന്റ് വന്നിട്ടുണ്ട്. KCS Amendment Act 2023. ഓക്കെ, അതായത് ആക്ട് 9 ഓഫ് 2024 അതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, നമുക്കത് ക്വസ്റ്റ്യൻസിന്റെ മോഡലിൽ ക്വസ്റ്റ്യൻസിന്റെ മോഡലിൽ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ഓർമ്മ നിൽക്കാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ അതിന്റെ നമുക്ക് മലയാളത്തിലുള്ള ഡെഫിനിഷൻസും കൂടിയിട്ട് പഠിച്ചു പോവാം. ഓക്കെ, സോ ഇംഗ്ലീഷിലും മലയാളത്തിലും നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. അപ്പം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആയവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റിൽ വരിക, കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻസ് നമ്മളത് പാർട്ടായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. ആക്ട് 9 ഓഫ് 2024. ഓക്കെ, അതായത് KCS അമെൻമെന്റ് ആക്ട് 2023 അറിയപ്പെട്ടിട്ടുള്ളത് ആക്ട് 9 ഓഫ് 2024 എന്നാണ്. ഓക്കെ, നമ്മുടെ KCS ആക്ട് 1969 ആക്ട് 21 ഓഫ് 1969 എന്നാണ് അറിയപ്പെട്ടത് അല്ലെ. അതുപോലെ തന്നെ ആക്ട് 9 ഓഫ് 2024 ആണ് അമെൻമെന്റ് ആക്ട് 2023. ഓക്കെ, അപ്പം ആദ്യം തന്നെ നമുക്കതിൽ നമ്മൾ പഠിക്കുന്നത് സെക്ഷൻ 1, സെക്ഷൻ 2. സെക്ഷൻ 1 ഷോർട്ട് ടൈറ്റിൽ ആൻഡ് കമൻസ്മെന്റ് ആണ്. അപ്പം ഈ അമെൻമെന്റ് ആക്ട് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? KCS Amendment Act 2023 എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാര്യം നമ്മുടെ ഡെഫിനിഷൻസിൽ ഒരുപാട് അമെൻമെന്റ്സ് ഇവിടെ വന്നിട്ടുണ്ട് സെക്ഷൻ 2-ല്. ഓക്കെ, അപ്പം ഈ സെക്ഷൻ 2-ല് വന്ന അമെൻമെന്റ്സ് ഇപ്പം മുതൽ അറിയപ്പെടുന്നത് പ്രിൻസിപ്പൽ ആക്ട് എന്നാണ്. ഓക്കെ, അപ്പം ഈ KCS ആക്ട് 1969-ല് സെക്ഷൻ 2 ഇനി മുതൽ അറിയപ്പെടാൻ പോകുന്നത് പ്രിൻസിപ്പൽ ആക്ട് എന്നാണ്. അപ്പം എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് ഈ ഡെഫിനിഷൻസിൽ വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കാൻ പോവാണ് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ എക്സാംസിനും എടുത്തെടുത്ത് പറയുന്നുണ്ട് നമുക്ക് പുതിയ അമെൻമെന്റ്സ് നിലവിൽ വന്നതുപോലെ ആയിരിക്കും ഇനി ക്വസ്റ്റ്യൻസ് പോകുന്നത്. ഓക്കെ, സോ അത് ബാധകമാണ് എല്ലാ എക്സാംസിനും. ഇനി വരുന്ന എല്ലാ എക്സാംസിനും ഈ അമെൻമെന്റ് ആക്ട് ബാധകമാണ്. സോ നമ്മളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയേ പറ്റുള്ളൂ. ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ അവസാനം വരെ കാണാം. ഓക്കെ, നമ്മൾ കുഞ്ഞു വീഡിയോസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഒരുമിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കൺജസ്റ്റഡ് ആയ പോലെ ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, question number 1. Dash includes the verification of account through software solutions, auditing of information system and migration of data in the case of societies whose accounts are computerized. Okay, അപ്പം അക്കൗണ്ട്സ് കമ്പ്യൂട്ടറൈസ്ഡ് ആക്കിയിട്ടുള്ള സൊസൈറ്റീസ് ഉണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ട് വെരിഫിക്കേഷൻ നമ്മൾ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസിലൂടെ ചെയ്യുവാണെങ്കിലും അതുപോലെ തന്നെ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഓഡിറ്റിങ്ങും ഡേറ്റ മൈഗ്രേഷനും എല്ലാം തന്നെ എന്തിലാണ് ഉൾപ്പെടുന്നത്? ഓക്കെ, അതായത് അക്കൗണ്ടുകൾ കമ്പ്യൂട്ടർവൽക്കരിച്ചിട്ടുള്ള സഹകരണ സംഘങ്ങളുടെ കാര്യത്തിൽ അവരുടെ അക്കൗണ്ടുകളുടെ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് മുഖേനയുള്ള ഒത്തുനോക്കലും അതുപോലെ തന്നെ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഓഡിറ്റ് ചെയ്യലും ഡേറ്റ മൈഗ്രേഷനും എന്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ആൻസർ ഇസ് ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പം അത് പറയുന്നത് സെക്ഷൻ 2AB ആണ്. നമുക്കത് ഓൾറെഡി അറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. സെക്ഷൻ 2AB എന്ന് പറയുന്നത് ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് അല്ലെ. അപ്പം എന്താണ് 2AB പ്രകാരം എന്താണ് ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്? ക്ലോസ് എക്സാമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, overdue debts if any, maintenance of books of accounts, documents and other records of a business, preparation of audit report, and includes an inquiry into the affairs of the society
and subsidiary institutions in order to ascertain the correctness of accounts and the extent to which its activities were useful in promoting the economic welfare of the members in accordance with the കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. ഇത്രയും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ഓഡിറ്റിംഗ് എന്നുള്ളത്, ആ ഓഡിറ്റിംഗിന്റെ ഡെഫിനിഷൻ ആണ് ഇപ്പൊ പഠിച്ചത്. ഇനി ഇതിന്റെ കൂടെ കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ് നമ്മളുടെ ഈ അമെൻമെന്റ് ആക്ടിൽ ഈ ഒരു വാചകം. ഓക്കെ, അതായത് ഇപ്പൊ ഇങ്ങനെ നമ്മളിപ്പം ക്ലോസ് എക്സാമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എല്ലാം പറഞ്ഞു. ഇനി ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതും കൂടിയിട്ട് ഈ ഓഡിറ്റിംഗിന്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അത് സെക്ഷൻ 2AB തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അക്കൗണ്ടുകൾ കമ്പ്യൂട്ടർവൽക്കരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സഹകരണ സംഘങ്ങളുടെ കാര്യത്തിൽ അക്കൗണ്ടുകളുടെ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് മുഖേനയുള്ള എല്ലാ ഒത്തുനോക്കലുകളും അതുപോലെ തന്നെ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഓഡിറ്റ് ചെയ്യലും ഡേറ്റ മൈഗ്രേഷനും എല്ലാം തന്നെ ഈ ഓഡിറ്റിംഗിന്റെ ഉള്ളിൽ തന്നെ പെടുന്നതാണ്. ഓക്കെ, അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് മീൻസ് എ ക്ലോസ് അസസ്മെന്റ് ഓഫ് all affairs of the society including constitution, management and establishment, maintenance of books and accounts and other records, and internal control system of the society and the extent to which its activities were useful in promoting the economic welfare of the members in accordance with the cooperative principles. Okay, അപ്പം എന്താണ് ക്വസ്റ്റ്യൻ? അപ്പം എന്താണ് ക്ലോസ് അസസ്മെന്റ്? ഓക്കെ, ക്ലോസ് അസസ്മെന്റ് ഓഫ് all the affairs, എല്ലാ അഫയേഴ്സും, ഒരു സൊസൈറ്റിയുടെ എല്ലാ അഫയേഴ്സും. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വരുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നു, മാനേജ്മെന്റ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് വരുന്നു, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓഡിറ്റിംഗിൽ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ബുക്സ് ആൻഡ് അക്കൗണ്ട്സും മെയിൻറ്റെയിൻ ചെയ്യുക, അവരുടെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റംസ് എല്ലാം തന്നെ ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ അത് എത്രത്തോളം അവരുടെ മെമ്പേഴ്സിന്റെ എക്കണോമിക് വെൽഫെയറിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നിരീക്ഷിക്കുക. അതെല്ലാം തന്നെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന്റെ ചേർന്നുകൊണ്ടായിരിക്കണം എന്നുള്ളതും കൂടി ഉറപ്പുവരുത്തണം അല്ലെ. അപ്പം അങ്ങനെയുള്ള ഓഡിറ്റിംഗ് ആണ്. അപ്പൊ നമ്മളിവിടെ പ്രത്യേകം കോൺസ്റ്റിറ്റ്യൂഷൻ, മാനേജ്മെന്റ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇവിടെ എന്ത് ഓഡിറ്റ് ആണത്? അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ആണ്. ഓക്കെ, അപ്പം അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സംഘത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് അതിന്റെ രൂപീകരണം, അതുപോലെ തന്നെ മാനേജ്മെന്റ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ്, നടത്തിപ്പും സ്ഥാപനവും, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ബുക്കുകൾ, അക്കൗണ്ടുകൾ എന്നിവയുടെ എല്ലാം രേഖകൾ സൂക്ഷിക്കുക, അവരുടെ ആഭ്യന്തര നിയന്ത്രണ സംവിധാനം അല്ലെ, ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം, എല്ലാ കാര്യങ്ങളും സഹകരണ തത്വങ്ങൾക്കനുസരിച്ചിട്ടാണ് പോകുന്നതെന്നും അതുപോലെ തന്നെ അംഗങ്ങളുടെ സാമ്പത്തിക ക്ഷേമം എത്രത്തോളം പ്രോത്സാഹിപ്പിക്കുന്നു എന്നും അവരുടെ പ്രവർത്തനങ്ങൾ എത്രത്തോളം ഉപയോഗപ്രദമായിരുന്നു എന്നും നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക അല്ലെങ്കിൽ വിലയിരുത്തുന്നതിനെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് പറയുന്നത് 2AD ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് AD അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് പറയാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റിന്റെ ഉള്ളിൽ വരുന്ന 3 ഓഡിറ്റുകളാണ് കംപ്ലയൻസ് ഓഡിറ്റ്, പെർഫോമൻസ് ഓഡിറ്റ്, IT ഓഡിറ്റ്. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റിന്റെ ഉള്ളിൽ വരുന്ന 3 ഓഡിറ്റുകളാണ് കംപ്ലയൻസ് ഓഡിറ്റ്, പെർഫോമൻസ് ഓഡിറ്റ്, അതുപോലെ തന്നെ IT ഓഡിറ്റ്. ഓക്കെ, സെക്ഷൻ 2AD അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞതാണ് ഡാഷ് audit includes compliance audit, performance audit as well as IT audit. നമ്മൾ പറഞ്ഞതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് സെക്ഷൻ 2AD അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റിന്റെ ഉള്ളിൽ വരുന്നതാണ് കോംപ്ലയൻസ് ഓഡിറ്റും അതുപോലെ തന്നെ പെർഫോമൻസ് ഓഡിറ്റും അതുപോലെ IT ഓഡിറ്റും. ഓക്കെ, അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. Dash means an effective software solution that covers the complete day-to-day functions of primary agriculture credit societies through a centralized architecture. Okay, അപ്പോൾ നമ്മുടെ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് അല്ലെ, PACS. അപ്പം ആ PACSനെ ഒരു സെൻട്രലൈസ്ഡ് ആർക്കിടെക്ചർ കൊണ്ട് അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ കവർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ സൊല്യൂഷൻ എന്താണ്? ഓക്കെ, അപ്പം അതാണ് കോമൺ സോഫ്റ്റ്വെയർ ഫോർ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ്. ഓക്കെ, അപ്പം കോമൺ സോഫ്റ്റ്വെയർ ഫോർ
പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്നാണ് ആ ഒരു സോഫ്റ്റ്വെയർ സൊല്യൂഷന്റെ പേര്. അത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് സെക്ഷൻ 2DBയിലാണ്. ഓക്കെ, സെക്ഷൻ 2DB പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾക്കുള്ള പൊതു സോഫ്റ്റ്വെയർ എന്നാണ് അത് അറിയപ്പെടുന്നത്. പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾക്കുള്ള പൊതു സോഫ്റ്റ്വെയർ. എന്നാൽ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുടെ മുഴുവൻ ദൈനംദിന പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു കേന്ദ്രീകൃത രൂപകൽപ്പനയിലൂടെയുള്ള ഫലപ്രദമായ ഒരു സോഫ്റ്റ്വെയർ സൊല്യൂഷൻ എന്ന് അർത്ഥമാകുന്നു. ഓക്കെ, നമ്മൾക്ക് DBയിലാണ് ആ ഒരു സോഫ്റ്റ്വെയർ സൊല്യൂഷനെ കുറിച്ച് പറയുന്നത്. ആ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ എന്ന് പറയുന്നത് കോമൺ സോഫ്റ്റ്വെയർ ഫോർ PACS സെക്ഷൻ 2DB. ഓക്കെ, അടുത്തത് 5th ക്വസ്റ്റ്യൻ ആണ്. Dash is a formal associate of cooperative societies formed based on a common objective for establishing a new entity for raising funds for providing financial assistance for public purpose with the approval of state government. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മളുടെ സംസ്ഥാന സർക്കാർ, അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അപ്രൂവലോട് കൂടിയിട്ട് എന്തിനാണ്, അതായത് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും എന്തിന്റെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ധനസഹായം. ഓക്കെ, പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ധനസഹായം ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യുക, ഫണ്ട് സ്വരൂപിക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ അതിനു വേണ്ടി പുതിയ ഒരു എൻറ്റിറ്റി അല്ലെങ്കിൽ പുതിയ ഒരു സ്ഥാപനം ഉണ്ടാക്കുക. ഓക്കെ, ഇത് ആരുടെ അംഗീകാരത്തോടെ ആയിരിക്കണം? സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരത്തോടെ ആയിരിക്കണം. അങ്ങനെ രൂപീകൃതമായിട്ടുള്ള ഒരു ഔപചാരിക കൂട്ടായ്മയാണ് കൺസോർഷ്യം. ഓക്കെ, കൺസോർഷ്യം 2DC പറയുന്നത്. ഫോർമൽ അസോസിയേറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോംഡ് ബേസ്ഡ് ഓൺ എ common objective for establishing a new entity for raising funds for providing financial assistance for public purpose with the approval of the state government. Okay, consortium എന്നാണ് പറയുന്നത്. Okay, കൺസോർഷ്യം എന്നാൽ പൊതു ആവശ്യത്തിനായി ധനസഹായം ലഭിക്കുന്നതിനുള്ള ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടി ഒരു പുതിയ സ്ഥാപനം ഉണ്ടാക്കുക എന്ന പൊതു ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരത്തോടെ രൂപീകൃതമായ സഹകരണ സംഘങ്ങളുടെ ഒരു ഔപചാരിക കൂട്ടായ്മ എന്ന അർത്ഥം. ഓക്കെ, അപ്പം നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ 5 എണ്ണവും നല്ല പച്ചവെള്ളം പോലെ തന്നെ പഠിക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെറിയ ഷോർട്ട് വീഡിയോസ് ആകുമ്പോൾ നമുക്ക് പഠിക്കാനും ഓർമ്മ വയ്ക്കാനും എളുപ്പമായിരിക്കും. ഓക്കെ, ഈ പഠിച്ചത് ഒന്നും കൂടി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടാവും. പിന്നെ ഇതൊരിക്കലും സ്കിപ്പ് ചെയ്ത് കളയരുത്, കാരണം അമെൻമെന്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ എക്സാംസിലും വരും എന്നുള്ളത് എടുത്ത് പറയുന്നുണ്ട്. സോ സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ. യൂസ്ഫുൾ ആയവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.